2024 ഒക്ടോബർ 20-ന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ് വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ് ജ്വല്ലറി വിജയകരമായി 1 വർഷം പൂർത്തിയാക്കും. നിലമ്പൂരിൽ LDF തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. വർഷക്കാലം കൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ ചരിത്രസമാനതകളില്ലാത്ത വികസന മുന്നേറ്റങ്ങളാണ് കേരള സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നവകേരള പ്രഖ്യാപനത്തിലൂടെ കേരള സമൂഹത്തിലെ ഭൂരിപക്ഷ കുടുംബങ്ങളും ഇന്ന് സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായി മാറിയിരിക്കുന്നു. ജീവിതയാത്രയിൽ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കാതിരിക്കുക, മുതിർന്ന പൗരന്മാർക്ക് കരുതലും സാന്ത്വനവുമായി ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കിക്കൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ടും സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 32 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് 1000 രൂപ ആനുകൂല്യം പ്രഖ്യാപിച്ചുകൊണ്ടും കുടുംബശ്രീ ADS പ്രവർത്തനത്തിന് വേണ്ടി പ്രതിമാസം 1000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടും അങ്ങനെ നാടിന്റെ ഒരു ഹിന്ദു ക്ഷേത്രം പണിത് ശ്രീരാമന്റെ പ്രതിഷ്ഠ നടത്തി നരേന്ദ്രമോദി ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകിയിരുന്നു. അത് ന്യൂനപക്ഷത്തിന് ഈ രാജ്യത്ത് ജീവിക്കാൻ പഴയതുപോലെ പറ്റില്ല എന്ന സന്ദേശമാണ്. മതന്യൂനപക്ഷ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണത്തിന്റെ കരിനിയമങ്ങളുടെ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയത്. ഈ നാട് എല്ലാവർക്കും ഉള്ളതാണ്. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഇന്ത്യയിൽ ജനിച്ചു വീണ മുഴുവൻ പൗരനുമുള്ളതാണ് ഈ നാട്. ഇവിടെ ജനിച്ചു വീണ പൗരന്റെ പൗരത്വം രണ്ടാമത് രജിസ്റ്റർ ചെയ്ത് നരേന്ദ്രമോദിയുടെ മുന്നിൽ പോയി ഉറപ്പിച്ചു നിർത്തേണ്ട ഒന്നാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോവുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രചരണം നയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ കീഴടങ്ങാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും A. വിജയരാഘവൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF മികച്ച വിജയം നേടും. LDF സർക്കാരിന്റെ 3ാം തുടർഭരണമുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. CPI നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി M. മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് റസാഖ്, നഗരസഭാധ്യക്ഷൻ മാട്ടുമ്മൽ സലീം, പരുന്തൻ നൌഷാദ്, സ്കറിയാക് നാന്തോപ്പിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.